കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഞാൻ വീട്ടിൽ പൂവിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ പ്ലാനിൽ പോലും ഇല്ലാത്ത കാര്യമാണ് എബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലതൊക്കെ മനുഷ്യൻ്റെ വിധിയാണല്ലേ. അടുത്ത വർഷവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഓണം ആഘോഷിക്കാനെന്ന് ഞാൻ അന്ന് അമ്മയടുത്ത് പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയണത് ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു, വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും നല്ല യാത്രകൾ പോകുന്നു, കുറേ നല്ല ഓർമ്മകൾ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അതിങ്ങനെ പെട്ടെന്നാവുമെന്ന് ഞാനും ചിന്തിച്ചില്ല. അതിൻ്റേതായ എല്ലാ വിഷമങ്ങളും ഈ ഒരു ഓണത്തിന് എനിക്കുണ്ട്. ബിക്കോസ് കഴിഞ്ഞ ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെ ഓണം ആഘോഷിച്ച് ട്രിപ്പെല്ലാം പോയി വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് വൈബടിച്ച് നടക്കുന്ന ആ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന കാര്യമാണ് കേട്ടത്. എന്നെ പേഴ്സണലി പരിചയമുള്ള കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, നീ എങ്ങനെയാ ഇത്രയും ട്രിപ്പെല്ലാം പോയിട്ട് അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നീ നിൽക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു കാര്യമാണ് എബ്രോഡുള്ള ജോലിയും അതുപോലെ സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹവും. കഴിഞ്ഞ 8 വർഷത്തെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരു മാറ്റം വേണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വീട് മിസ് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, കൂടപ്പിറപ്പുകളെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസേ, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.